കുറച്ചു കാലം മുമ്പ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം നമ്മൾ പറഞ്ഞു കേട്ട ചർച്ചയായിട്ടുള്ള ഒരു വാചകമാണ് വെളുത്തിട്ട് പാറാം എന്ന് പറയുന്നത്. അതായത് മനുഷ്യന് ഈ ക്രീമുകൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്ന പരസ്യവാചകങ്ങളിൽ ഒന്നായിരുന്നു അത്. സൗന്ദര്യം വർദ്ധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറക്കുന്ന പല ക്രീമുകളും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന ഞെട്ടിക്കുന്ന ചില പഠനങ്ങൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഓപ്പറേഷൻ സൗന്ദര്യ തുടങ്ങുന്നത്. മായം ചേർത്ത സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഈ ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് നിരവധിയാണ് പിടികൂടിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ സൗന്ദര്യയുടെ ഭാഗമായിട്ട് എറണാകുളത്ത് നടത്തിയ ഒരു പരിശോധനയിൽ മായം ചേർത്ത സൗന്ദര്യ വസ്തുക്കൾ കണ്ടെത്തിയതായിട്ട് ഇക്കഴിഞ്ഞ 12-ാം തീയതി ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് അറിയിക്കുകയുണ്ടായി. എറണാകുളത്തെ മറൈൻ ഡ്രൈവിൽ പ്രവർത്തിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ മൊത്ത വ്യാപാര സ്ഥാപനത്തിൽ നിന്നാണ് മായം ചേർത്ത പെർഫ്യൂംസ് പിടികൂടിയത്. ഈ ഒരു സൗന്ദര്യവർദ്ധക വസ്തുവിൽ മീഥൈൻ ആൽക്കഹോളിന്റെ അളവ് 95%. അതായത് മീഥൈൻ ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഗുജറാത്തിലെ അഹമ്മദാബാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായ കരിഷ്മ പെർഫ്യൂം എന്ന പേരിൽ ഇറക്കിയ പെർഫ്യൂമിലാണ് മീഥൈൻ ആൽക്കഹോളിന്റെ അമിതമായ അളവ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരത്തില് മായം ചേർത്ത സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം നടത്തുകയാണെങ്കിൽ ഗുരുതരമായിട്ടുള്ള നടപടികളായിരിക്കും അവർക്കെതിരെ സ്വീകരിക്കുക. ഓപ്പറേഷൻ സൗന്ദര്യയുടെ കീഴിൽ ഇത്തരത്തിലുള്ള നിരവധി ഓപ്പറേഷൻസ് ആണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. പല ഇത്തരം സൗന്ദര്യവർദ്ധക വസ്തുക്കളും ക്യാൻസർ പോലെയുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള ചില പഠനങ്ങളും വന്നിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ആധികാരികത നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല എങ്കിൽ പോലും അത്തരം പഠനങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഈ സാഹചര്യത്തിൽ ഓപ്പറേഷൻ സൗന്ദര്യ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. വളരെ നേരത്തെ തന്നെ ഈ ഓപ്പറേഷൻ സൗന്ദര്യ ആരംഭിച്ചിരുന്നു. അതിന്റെ 3-ാം ഘട്ടം ഏകദേശം 101 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതായിട്ട് ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് മന്ത്രി വീണ ജോർജ് ആണ് ഇക്കാര്യം, ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് വീണ ജോർജാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അപ്പോൾ 12 സ്ഥാപനങ്ങൾക്കെതിരെ ഇതിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തിട്ട് പാറാം എന്ന സ്വപ്നങ്ങളുമായിട്ട് നമ്മൾ കണ്ണിൽ കണ്ട ക്രീമുകളൊക്കെ വാങ്ങി തേക്കുമ്പോൾ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഈ അടുത്തിടെ നിരവധി വീഡിയോകളാണ് കണ്ടത്. പലരും വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പോലെ ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വാങ്ങി ഓരോന്ന് തേക്കും. ഒടുവിലുള്ള സൗന്ദര്യം കൂടി പോയി കിട്ടും. നമ്മൾ എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ നമ്മൾ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ തരത്തിലുമുള്ള ലീഗലായിട്ടുള്ള രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത്. അതിന് എല്ലാ തരത്തിലുമുള്ള സർട്ടിഫിക്കേഷൻസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം ഉപയോഗിക്കുക. കണ്ണിക്കണ്ട ക്രീമുകൾ വാങ്ങിയിട്ട് ശരീരത്തിൽ പുരട്ടാതിരിക്കുക. കാരണം ഇത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്നത് നമ്മുടെ ജീവന് തന്നെ ആപത്തുണ്ടാക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സൗന്ദര്യ വളരെ നല്ലൊരു നീക്കമായിട്ട് തന്നെയാണ് മാറുന്നത്. അത് നിരവധി കള്ളനാണയങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതിന് കാരണമാകുന്നുമുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.